അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 6-ാം ക്ലാസ്സിൻ്റെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വന്ന വാർഷിക പരീക്ഷയുടെ അഥവാ കൊല്ലപ്പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം, യോജിപ്പിക്കാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനോട് യോജിച്ചത് മൂന്നാമത്തെ ആ ഭാഗത്ത് നിന്നും എടുത്തെഴുതാനാണ്. ഒന്നാമത്തത് ദിക്ർ കൊണ്ട് ലഭിക്കും. അപ്പോൾ ദിക്ർ കൊണ്ട് ലഭിക്കുന്നത് എന്താണ്? അപ്പോൾ അത് എവിടെയുണ്ട്? ആ മൂന്നാമത്തെ ഭാഗത്തുണ്ട്. അപ്പോൾ അത് എഴുതാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് മൂന്നാമത്തെ ഭാഗം നോക്കാം. സമയം കൊല്ലൽ, നഖം മുറിക്കൽ, ഇഹ്സാൻ, മനസ്സമാധാനം, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, മദ്ഹ് ചെയ്യൽ. അപ്പോൾ ദിക്ർ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് എന്താണ്? മനസ്സമാധാനമാണ്. അപ്പോൾ അവിടെ നിന്നും മനസ്സമാധാനം എന്നുള്ളത് എടുത്തെഴുതുക. രണ്ടാമത്തത് മുഅ്മിനീങ്ങൾക്ക് ഒട്ടും പാടില്ലാത്തത് അതേതാണ്? സമയം കൊല്ലലാണ്. അപ്പോൾ സമയം കൊല്ലുന്ന പ്രവർത്തനങ്ങൾ മുഅ്മിനീങ്ങൾക്ക് ഒരിക്കലും ഒട്ടും പാടില്ലാത്ത സംഭവമാണ്. അപ്പോൾ അവിടെ സമയം കൊല്ലൽ എന്നെഴുതുക. ഇനി മൂന്നാമത്തത് വെള്ളിയാഴ്ചയാവലാണ് സുന്നത്ത്. വെള്ളിയാഴ്ചയാവലാണ് സുന്നത്ത്. അതെന്തിനാണ്? നഖം മുറിക്കൽ. അപ്പോൾ അവിടെ നഖം മുറിക്കൽ എന്നെടുത്തെഴുതുക. നാലാമത്തത് എല്ലാത്തിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്താണ്? അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നുള്ളതാണ്. അപ്പം അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നുള്ളത് അവിടെ നിന്നും എടുത്തെഴുതുക. ഇനി അഞ്ചാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടിരുന്നു. എന്ത്? മദ്ഹ് ചെയ്യൽ. അപ്പം മദ്ഹ് ചെയ്യൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കിയിരുന്നു? ഇഷ്ടപ്പെട്ടിരുന്നു. ഇനി ആറാമത്തത് നന്മ ചെയ്യുക എന്ന അർത്ഥമുള്ളത്. അതേതാണ്? ഇഹ്സാൻ എന്നുള്ളതിനാണ്. അപ്പോൾ ഇഹ്സാൻ എന്നത് അവിടെ നിന്നും എടുത്തെഴുതുക. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം, പൂരിപ്പിക്കാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താക്കണം? പൂർത്തിയാക്കിയിട്ട് എഴുതണം. ഒന്നാമത്തത് അനാവശ്യ കാര്യങ്ങൾക്ക് ലഅവ് എന്നാണ് അറബിയിൽ പറയുക. അപ്പോൾ അനാവശ്യമായ കാര്യങ്ങൾക്ക് എന്താണ് പറയുക? ലഅവ്. അപ്പോൾ അവിടെ എഴുതി ചേർക്കാനുള്ളത് ലഅവ് എന്നാണ്. അനാവശ്യ കാര്യങ്ങൾക്ക് ലഅവ് എന്നാണ് അറബിയിൽ പറയുക. ഇനി രണ്ടാമത്തത് ശുദ്ധി ഈമാനിൻ്റെ ഡാഷ് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം. അപ്പോൾ ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം. അപ്പോൾ അതാണ് അവിടെ എഴുതി ചേർക്കാനുള്ളത്, പകുതിയാണ്. ഇനി മൂന്നാമത്തത് അഹങ്കാരം. അല്പം പോലും ഉള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ അഹങ്കാരം അല്പം പോലും ഉള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ അവിടെ എഴുതി ചേർക്കാനുള്ളത് ഏതാണ്? അഹങ്കാരം എന്നുള്ളതാണ്. ഇനി നാലാമത്തത് ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. അപ്പോൾ അവിടെ എഴുതി ചേർക്കാനുള്ളത് ഏതാണ്? പഠിപ്പിക്കുകയും എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ ഭാഗം ആകാശഭൂമികളിൽ അള്ളാഹുവിനെ കൂടാതെ മറ്റു ദൈവങ്ങൾ ഉണ്ടായാൽ അവ നശിച്ചതു തന്നെ. അപ്പോൾ അവിടെ എഴുതി ചേർക്കാനുള്ളത് എന്താണ്? മറ്റു ദൈവങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ആകാശഭൂമികളിൽ അള്ളാഹുവിനെ കൂടാതെ മറ്റു ദൈവങ്ങൾ ഉണ്ടായാൽ അവ നശിച്ചത് തന്നെ. ഇനി മൂന്നാമത്തെ ഭാഗം നോക്കാം, ഉത്തരം എഴുതാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും ശരിയായിട്ടുള്ള ഉത്തരം എഴുതുക. ഒന്നാമത്തത് പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലണം എന്ത്? അപ്പോൾ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലേണ്ടത് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ഉത്തരം അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനിഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ്വ. ഒന്നുകൂടെ നോക്കാം, അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനിഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ്വ. ഇനി രണ്ടാമത്തെ ചോദ്യം, മുടിയുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചു എന്ത്? മുടി അല്പം മുറിച്ച് ബാക്കി ഭാഗം മുറിക്കാതെ വെക്കുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തത്? വിരോധിച്ചത്. മുടി അല്പം മുറിച്ച് ബാക്കി മുറിക്കാതെ വെക്കുന്നതിനെ. ഇനി മൂന്നാമത്തെ നോക്കാം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്ന മിക്ക സ്ഥലത്തും അള്ളാഹു
ഉണർത്തി എന്ത്. അപ്പൊ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്ന മിക്ക സ്ഥലത്തും അള്ളാഹു ഉണർത്തിയത് എന്താണ് മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. അപ്പൊ അവിടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം എന്നാണ് മൂന്നാമത്തതിന്റെ ഉത്തരം. അതാണ് അള്ളാഹു തആല അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ ഉണർത്തിയത്. ഇനി നാലാമത്തത്, അഹ്ലുൽ ബൈത്ത് എന്നാൽ ആര്? അഹ്ലുൽ ബൈത്ത് എന്നാൽ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ, സന്താനങ്ങൾ, അവിടുത്തെ മുഅ്മിനുകളായി അടുത്ത കുടുംബങ്ങൾ, ഇവർക്കാണ് എന്ത് പറയുക? അഹ്ലു ബൈത്ത് എന്ന് പറയുക. അഞ്ചാമത്തത്, ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും അടുത്തവർ ആര്? എൻ്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവർ. അപ്പോൾ എൻ്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് ഖിയാമത്ത് നാളിൽ എൻ്റെ ഏറ്റവും അടുത്തവർ എന്ന്, നബിയോട് ഏറ്റവും അടുത്തവർ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം, ഖിയാമത്ത് നാളിൽ നബിയോട് ഏറ്റവും അടുത്തവരാരാണ്? എൻ്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവർ. ഇനി അടുത്തത് നാലാമത്തെ ഭാഗമാണ്, 2 എണ്ണം വീതം എഴുതാം. അപ്പോൾ താഴെ 3ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും 2 എണ്ണം വീതം എഴുതുക. ചോദ്യം 1, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചങ്ങാതിമാരായവർക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ. അപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചങ്ങാതിമാരായിരിക്കുന്നവർക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നെന്താണ്? ഇരുവർക്കും അർഷിൻ്റെ തണൽ ലഭിക്കും. അവർ കൈകൊടുത്ത് സലാം പറയുമ്പോൾ അവരുടെ തെറ്റുകൾ പൊറുക്കും. അപ്പോൾ ഇത് രണ്ടും അവിടെ എഴുതി ചേർക്കുക. രണ്ടാമത്തെ ചോദ്യം, ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് അള്ളാഹു കൽപ്പിച്ച സംഭവത്തിലെ ഗുണപാഠം. അപ്പം ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് അള്ളാഹു തആല കൽപ്പിച്ചു. ആ സംഭവത്തിൻ്റെ ഗുണപാഠം എന്താണ്? ഏതൊക്കെയാണ്? ഗുരുവിൻ്റെ തൃപ്തി സമ്പാദിച്ചവർ ഇരുലോകത്തും വിജയിക്കും. അപ്പോൾ ഒന്നെന്താണ്? ഗുരുവിൻ്റെ തൃപ്തി സമ്പാദിച്ചവർ ഇരുലോകത്തും വിജയിക്കും. പിന്നെയോ, ഗുരുത്തക്കേട് നേടുന്നവർ ഇരുലോകത്തും പരാജയപ്പെടും. അപ്പം പരാജയപ്പെടുന്നവരുമാകും. അതാണ് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് അള്ളാഹു കൽപ്പിച്ച സംഭവത്തിൻ്റെ ഗുണപാഠം. ഇനി മൂന്നാമത്തേത് നോക്കാം. മിക്ക ആളുകളും വഞ്ചിതരായ 2 അനുഗ്രഹങ്ങൾ. മിക്ക ആളുകളും വഞ്ചിതരായ 2 അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ആരോഗ്യവും, രണ്ടാമത്തത് ഒഴിവ് സമയവും. ഇനി 5ാമത്തെ ഭാഗം നോക്കാം. സാരം എഴുതാം. അപ്പോൾ താഴെ 2 അറബി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എഴുതുക. ഒന്നെന്താണ്? വമൻ നൗഫു സൗബുഹു സാല ഹമ്മുഹു വമൻ ത്വാബ റീഹുഹു സാദ അഖ്ലുഹു. അതിൻ്റെ അർത്ഥം എന്താണ്? വസ്ത്രം വൃത്തിയായാൽ അസ്വസ്ഥത നീങ്ങും, സുഗന്ധം ഉപയോഗിച്ചാൽ ബുദ്ധി വർദ്ധിക്കും. അപ്പം അതാണ് അതിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തേത്, അത്ഖലു സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാഇ വ സ്വലാത്തുൽ ഫജ്രി. കപടവിശ്വാസികൾ ഏറ്റവും ഭാരമായി കാണുന്ന 2 നിസ്കാരങ്ങൾ സുബ്ഹിയും ഇശാഉമാണ്. ഇനി 6ാമത്തെ ഭാഗം നോക്കാം. ആര് ആരോട് പറഞ്ഞു? ചോദ്യം 1, താങ്കൾ ഖുർആൻ പാരായണ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക എന്ന് ആരോടാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർദാഇനോട്. ഇനി രണ്ടാമത്തത്, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു. അതാരാണ് പറഞ്ഞത്? അള്ളാഹു മലക്കുകളോട്. ഇനി ക്രമത്തിലാക്കാം. വബിഹംദിക സുബ്ഹാനക അസ്തഗ്ഫിറുക അല്ലാഹുമ്മ അഷ്ഹദു വ അതൂബു ഇലൈക ഇല്ലാ അൻത അല്ലാ ഇലാഹ. അപ്പോൾ അത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക എന്ന് വരും. ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.